ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശിശുസഹജമായ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം ഏറെ ശ്രദ്ധായകമായ ആത്മീയ വിചിന്തനമാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10-ാം അധ്യായം 12 മുതൽ 14 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ് യേശു പ്രധാനമായി സംസാരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യ ഭാഗം ശിശുക്കളുമായി ബന്ധപ്പെട്ടതാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി, ഒരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് യേശു അരുൾ ചെയ്യുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. യേശു കൂട്ടിച്ചേർക്കുന്നു, ഇതുപോലെ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, കുഞ്ഞുമക്കളെ ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിക്കരുത്, നിങ്ങൾ അവർക്ക് ദുർമാതൃക നൽകരുത്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കുഞ്ഞുങ്ങൾ സ്വർഗത്തിൻ്റെ ഭൂമിയിലെ അടയാളമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സാക്ഷ്യമാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ, സംരക്ഷിക്കുമ്പോൾ ഭൂമിയിലെ മാലാഖയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശുദ്ധവും നിർമ്മലവുമായ പ്രവൃത്തിയായിട്ടാണ് യേശു അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ 2-ാമത്തെ ഭാഗമാകട്ടെ ഒരു ഉപമയാണ് യേശു പറയുക. ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോകാത്ത 99നെയും മേച്ച സ്ഥലത്ത് വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കും എന്ന് ക്രിസ്തു പറയുന്നു. നോക്കൂ, ഒരു യഥാർത്ഥ ഇടയൻ്റെ മനസ്സാണത്. ക്രിസ്തുവിന് ഓരോ ആടും വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും പറഞ്ഞേക്കാം 99 ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുമെന്ന്. എന്നാൽ ഈ യഥാർത്ഥ ഇടയന് സമാധാനിക്കാൻ കഴിയുന്നില്ല. അവൻ നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അന്വേഷിക്കുക? ശിക്ഷിക്കുവാനോ ശാസിക്കുവാനോ അല്ല, മറിച്ച് തോളിലേറ്റി ആനന്ദത്തോടെ തിരികെ ആലയിലേക്ക് വരുവാനാണ്. വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഈ ക്രിസ്തു നമ്മെ എല്ലാവരെയും അന്വേഷിക്കുന്നത്. നാം എത്ര തന്നെ അവൻ്റെ സ്നേഹതണലിൽ നിന്ന് അകന്നു പോയാലും, പാപത്തിൻ്റെ ഏത് മുൾപ്പടപ്പിൽ വീണു പോയാലും ക്രിസ്തു നമ്മെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം നാം ആകുന്ന ഓരോ കുഞ്ഞാടും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. അവൻ നമ്മെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുകയും കണ്ടുകിട്ടുമ്പോൾ തോളിലേറ്റുകയും ചെയ്യും. ഈ ഇടയൻ എപ്പോഴാണ് ആടിനെ തിരിച്ചു കിട്ടിയത് എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഒരു ധ്വനിയുണ്ട്, ഇടയൻ തിരികെ വന്നത് നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുകിട്ടി തോളിലേറ്റിയാണ് എന്ന്. ക്രിസ്തു നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കുന്നത് ഈ സ്നേഹം മഹത്വത്തോടു കൂടിയാണ്. അവിടത്തേക്ക് നമ്മെ എല്ലാവരെയും ആവശ്യമുണ്ട്. അവസാനത്തെ മനുഷ്യനെയും രക്ഷയിലേക്ക് നയിക്കുന്നത് വരെ അവൻ നമ്മെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ടു പോകാത്ത 99നെക്കുറിച്ച് ആകുലയില്ലാത്ത ദൈവം നഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ച് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ആകുലതയുള്ള ഒരു ദൈവം, നാം വഴിതെറ്റി പോകുമ്പോൾ നമുക്ക് സംഭവിച്ചു പോകാവുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ദൈവം, തിന്മയിലും പാപത്തിലും അന്ധകാരത്തിലും വീണു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മീയ ബലങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ദൈവം, നിത്യസ്വർഗം നഷ്ടപ്പെടുത്തിയുള്ള ഈ ലോകജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ വഴിതെറ്റിയുള്ള യാത്ര ദൈവത്തിരുസന്നിധിയിൽ സങ്കടകരമാണ്, വേദനാജനകമാണ്. ആ വേദനയിലാണ് ക്രിസ്തു നമ്മെ എല്ലാവരെയും അന്വേഷിക്കുക. നമ്മെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്ന നല്ല ദൈവത്തെ ഇനിയും മുറിപ്പെടുത്താതെ നമുക്ക് നിലവിളിക്കാം. ആ നിലവിളിക്കുന്ന ഇടത്തിലേക്ക് അവൻ ഓടിയെത്തി നമ്മെ വാരിപ്പുണർന്ന് തോളിലേറ്റി തിരികെ ആലയിലേക്ക് വരും. അവൻ്റെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.